മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवते हे चण्डमुदार्दिनी निःशेषीकृतरक्तबीजधनुजे नित्ये निशुम्भापहे ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബിയേ. ദേവിമാഹാത്മ്യം തുടരുകയാണ്. ഇനി ശുംഭനിശുംഭന്മാരുടെ വധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ് അടുത്തതായിട്ട്. ഈ രണ്ട് അസുരന്മാരുണ്ടായിരുന്നു, അവർ ഘോരമായിട്ട് തപസ് ചെയ്തു എന്ന് പറഞ്ഞു. തതപ്രസന്നോ ഭഗവൻ ബ്രഹ്മാലോകപിതാമഹ മനോഭിലഷിതൻ പ്രാദാത് തയോ കാമാനനുത്തമൻ. തതഃ അനന്തരം അവരുടെ ആയുധം ദേവസംവത്സരങ്ങളാണ് അവർ തപസ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത്ര ഘോരമായിട്ടുള്ള അതിഘോരമായിട്ടുള്ള തപസ്സാണ് ചെയ്തത്. ഭക്ഷണമൊന്നും കൂടാതെ കണ്ട് ഇത്ര കാലം ഒരു തപസ് ചെയ്തു. അപ്പം അങ്ങനെ പ്രസന്നനായിട്ട് ബ്രഹ്മാവ് വരം കൊടുത്തു എന്നാണ്. തഥ പ്രസന്ന ഭഗവാൻ ബ്രഹ്മാ ലോകപിതാമഹ. ബ്രഹ്മാവ് ലോകപിതാമഹനായിട്ടുള്ള എല്ലാവരുടെയും പിതാമഹൻ എന്നാണല്ലോ പറയണത്. എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവ് ആയിട്ടുള്ളതായിട്ടുള്ള ആ ബ്രഹ്മാവ്, ലോകപിതാമഹനായിട്ടുള്ള ലോകർക്ക് മുഴുവൻ പിതാമഹനായിട്ടുള്ള ആ ബ്രഹ്മാവ് പ്രസന്ന സന്തുഷ്ടനായിട്ട് അവർക്ക് തയോഹോ കാമാൻ അനുത്തമാൻ, അനുത്തമങ്ങളായിട്ടുള്ള കാമങ്ങളെ, അതായത് അനുത്തമം എന്ന് വെച്ചാൽ അതിനേക്കാൾ കേമായിട്ട് വേറൊരു ഒന്നുമില്ല, അങ്ങനെയുള്ളതായിട്ടുള്ള ശ്രേഷ്ഠങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള വരങ്ങളെ നൽകി എന്നാണ്. വരാൻ കാമാൻ അനുത്തമാൻ, അനുത്തമങ്ങളായിട്ടുള്ള കാമങ്ങളെ അവർക്ക് വരമായിട്ട് നൽകി. പ്രസന്ന ഭഗവാൻ, പ്രസന്നനായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവ്, ലോകപിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് മനോഭിലഷിതാൻ, അവർക്ക് ആഗ്രഹമുണ്ടായതായ, അവരുടെ മനസ്സുകൊണ്ട് അഭിലഷിച്ചതായിട്ടുള്ള ഉത്തമങ്ങളായിട്ടുള്ള അനുത്തമങ്ങളായിട്ടുള്ള കാമങ്ങളെയെല്ലാം തയോഹോ പ്രാദാത്, അവർക്കായി നൽകി. തഥ ശുംഭനിശുംഭാഭ്യാം അസുരാഭ്യാം സജീവതേ ത്രൈലോക്യം യജ്ഞഭാഗശ്ച ഹൃതാ ബലമദാശ്രയാത്. അതിന് ശേഷം ഇപ്പോൾ എല്ലാ കാമങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആ അസുരഭാവം ശരിയായിട്ടും കാണിച്ചു തുടങ്ങി എന്നാണ്. ശുംഭനിശുംഭാഭ്യാം എന്നുള്ളത്, ആ ശുംഭൻ മുസുംഭൻ എന്നുള്ളതായിട്ടുള്ള ആ രണ്ട് അസുരന്മാര്, അവരാൽ അസുരാഭ്യാം അങ്ങനെയുള്ളതായിട്ടുള്ള ആ രണ്ട് അസുരന്മാരാൽ ഒക്കെ ദ്വിവചനായിട്ടാണ്. ശജീവതേഹേ, ശജീവതിയുടെ, ശജീവതി ദേവേന്ദ്രൻ, ശശി ദേവേന്ദ്രന്റെ പത്നിയാണല്ലോ ശചീദേവി. അപ്പോൾ ആ ശചീദേവിയുടെ ഭർത്താവായിട്ടുള്ള ദേവേന്ദ്രന്റെ ത്രൈലോക്യം, ആ മൂന്ന് ലോകങ്ങളുടെയും അധിപതിയാണ് ദേവേന്ദ്രൻ. ആ മൂന്ന് ലോകങ്ങളും ഈ അസുരന്മാര് അവരുടെ അധീനത്തിലാക്കി. ത്രൈലോക്യം യജ്ഞഭാഗശ്ച, അപ്പൊ ഈ യജ്ഞങ്ങളൊക്കെ യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ദേവേന്ദ്രനുള്ള ഭാഗമുണ്ട്. അതൊക്കെ ഈ ശുംഭന്മാർക്ക് പോയി തുടങ്ങി എന്നുള്ളതാണ്. ആർക്കും ദേവേന്ദ്രന് വേണ്ടി യാചിക ചെയ്യാൻ പാടില്ല എന്നുള്ളതായിട്ടുള്ള നില വന്നു. അത് യാഗം ചെയ്യണതൊക്കെ ഇവർക്കായിട്ട്, യജ്ഞഭാഗങ്ങളൊക്കെ ഇവർക്കായി എന്നുള്ളതാണ്. ഹൃതാ ബലമദാശ്രയാത്, ബലം കൊണ്ടുള്ളതായിട്ടുള്ള മതം, അതിനെ ആശ്രയിക്കുക മൂലം ആ ബലം കൊണ്ടുള്ളതായിട്ടുള്ള, ശക്തി കൊണ്ടുള്ളതായിട്ടുള്ള അഹങ്കാരം വന്നു രണ്ടാൾക്കും. അപ്പോൾ അങ്ങനെ അതിനെ ആശ്രയിച്ചിട്ട് ഈ ദേവേന്ദ്രന്റെ സ്ഥാനവും അവകാശങ്ങളും ഒക്കെ അവര് കയ്യിലാക്കി എന്ന് സാരം. ഇനി ദേവേന്ദ്രന്റെ മാത്രമല്ല എന്ന് പറയണ. താവേവ സൂര്യതം തദ്വദധികാരം തവൈവ തഥൈവ ച കൗബേരമഥസാമ്യം ചക്രാതേ വരുണസ്യ ച. അവർ തന്നെ തൗ ഏവ, താവേവ പദം മുറിക്കുമ്പോൾ തൗ ഏവ, അവർ തന്നെ സൂര്യതാം, സൂര്യന്റെ ശക്തികളൊക്കെ, സൂര്യൻ പറഞ്ഞാലും ഇവർ പറഞ്ഞാൽ സൂര്യനും കേട്ടോളണം എന്നുള്ള നിലയിൽ സൂര്യതാം, സൂര്യന്റെ ഭാവത്തെയും, തദ്വത് അധികാരം തഥൈവച്ച, സൂര്യന്റെ അധികാരത്തിനെയൊക്കെ ഇവര് എടുത്തു. ഈ ശുംഭന്മാര് സൂര്യന്റെ അധികാരങ്ങളൊക്കെ കൈക്കലാക്കി എന്നുള്ളതാണ്. കൗബേരം, കൗബേരം വെച്ചാൽ കുബേരൻ്റെതായിട്ടുള്ള അധികാരങ്ങൾ, കുബേരൻ ധനാധിപൻ ആയിട്ടുള്ള കുബേരന്റെ അധികാരവും ഒക്കെ ഇവർക്കായി. കൗബേരമഥ യാമ്യം ച, യമന്റെ അധികാരവും, ആരെയൊക്കെയാണ് വധിക്കേണ്ടത് കൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ തീർച്ചയാക്കാൻ ഉള്ള അധികാരം ഇവർക്കായി. യാമ്യം യമന്റേതായിട്ടുള്ള അധികാരവും
ചക്രാതേ വരുണസ്യ ച വരുണന്റെ അധികാരവും എല്ലാം ഇവർ തന്നെ സ്വീകരിച്ചു. ചക്രാതേ കൈയടക്കി ഇവർ തന്നെ, ഈ സുംഭനിസുംഭന്മാർ തന്നെ സൂര്യന്റെ അധികാരം, കുബേരന്റെ അധികാരം, യമന്റെ അധികാരം, വരുണന്റെ അധികാരമൊക്കെ അവർ തന്നെ കൈയടക്കി എന്നുള്ളതാണ്. ദേവന്മാരുടെ അധികാരമൊന്നും ഇല്ലേണ്ടേ എന്നുള്ളതാണ്. താവേവ പവനത്വം ച ചക്രതുർവന്യകർമ്മ ച തതോ ദേവാ വിനിർധൂത വിനായുദ്ധേന ഭൂപതേ. താവേവ അവർ തന്നെ, അതായത് ഈ രണ്ടസുരന്മാർ തന്നെ, തൗ ഏവ താവേവ അവർ തന്നെ, പവനത്വം ച പവനൻ കാറ്റ്, കാറ്റിൻ്റെ അധികാരവും അവർ തന്നെ കയ്യിലാക്കി. അതായത് കാറ്റിൻ്റെ അധികാരം കയ്യിലാക്കി വെച്ചാൽ കാറ്റ് വരും പറയണമാരെ കേട്ടോളണം എന്നുള്ള നിലയൊന്നും. പവനത്വം ച ചക്രതുർ വന്യകർമ്മ, ചക്രതുഹു ചക്രതു ദ്യോജനം ആണ്, ചക്രതുഹു ചെയ്തു എന്നുള്ളതാണ്. വന്യകർമ്മ ച വന്യയുടെ ജോലി, വന്യയുടെ കർമ്മവും അഗ്നിയുടെ ജോലിയും അവരെന്നെ എടുത്തു. അതായത് അഗ്നിയും അവരുടെ അധീനത്തിലായി. തതോ ദേവാ വിനിർധൂതാഹ, ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങളൊക്കെ ഇവർ ഏറ്റെടുത്തപ്പോൾ ആ ദേവന്മാരെല്ലാം തന്നെ വിനിർധൂതാഹ എല്ലാവരും പറഞ്ഞയക്കപ്പെട്ടു, 4 ഭാഗത്തേക്കും പോയി എന്നുള്ളതാണ്. വിനായുദ്ധേന ഭൂപതേ, യുദ്ധമൊന്നും വേണ്ടി വന്നില്ല, അല്ലാണ്ട് തന്നെ എല്ലാവരും ഓടിപ്പോയി എന്നുള്ളതാണ്. എന്താ വെച്ചാൽ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല എന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് അല്ലാതെ കൊണ്ട് തന്നെ അവരൊക്കെ സ്ഥലം വിട്ടു എന്നുള്ളതാണ്. വിനായുദ്ധേന ഭൂപതേ, അല്ലയോ രാജാവേ, അവരൊക്കെ യുദ്ധം കൂടാതെ കണ്ട് തന്നെ ഈ ദേവന്മാരൊക്കെ നാനാദിക്കുകളിലേക്ക് പോയി എന്നുള്ളതാണ്. ഇന്ദ്രശച്യ അന്യുതസ്തസ്മാത് ഭ്രഷ്ടരാജ്യ പരാജിത ഹൃദാധികാരാസ്ത്രിദശാഃ താഭ്യം സർവേ നിരാകൃതാഃ. ഇനി ഇന്ദ്രൻ ശചിയോട് കൂടിയിട്ട്, തസ്മാത് ഭ്രഷ്ടരാജ്യ, അവിടെ നിന്ന് ഭ്രഷ്ടരാജ്യനായിട്ട് രാജ്യം പോയിട്ട്, രാജ്യം നശിച്ചിട്ട് രാജ്യമില്ലാതായി, രാജ്യാധികാരമൊന്നും ഇല്ലാണ്ടേയില്ലോ ഇന്ദ്രന്. അപ്പോൾ ശചിയോട് കൂടിയിട്ട് ദേവേന്ദ്രനും പരാജിതനായിട്ട് ഭ്രഷ്ടരാജ്യ, രാജ്യാവകാശമൊക്കെ നഷ്ടപ്പെട്ട് ഹൃദാധികാരാഹ ത്രിദശാഹ, അപ്പം അങ്ങനെ പരാജിതനായി തീർന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഹൃദാധികാരാഹ ത്രിദശാഹ, ത്രിദശന്മാരെല്ലാവരും തന്നെ, ദേവന്മാരെല്ലാവരും തന്നെ ഹൃദാധികാരാഹ, അവരുടെ അധികാരങ്ങളൊക്കെ ഇല്ലാതായിട്ട്, ഹരിക്കപ്പെട്ട അധികാരത്തോടു കൂടിയവരായിട്ട്, ദേവന്മാരുടെയൊക്കെ അധികാരങ്ങൾ ഇല്ലാതായിട്ട് അവരെല്ലാവരും തന്നെ, ത്രിദശന്മാരെല്ലാവരും തന്നെ താഭ്യാം സർവേ നിരാകൃതാഹ, താഭ്യാം ഈ 2 പേരാൽ എല്ലാവരും തന്നെ നിരാകരിക്കപ്പെട്ടു. ദേവേന്ദ്രനും ശചിയും മറ്റു ദേവന്മാരും എല്ലാവരും തന്നെ നിരാകരിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.